കേട്ടാ അവിടെ ഉണ്ട്. തൊപ്പിന്റെ വെല്ലുവിളി സ്വീകരിച്ചാണ്ട് രാത്രി 1 മണിക്കല്ല നമ്മൾ പോകുന്നത്. 1 മണിക്ക് ഇന്നലെ ഞങ്ങളെ ലൈവില് ആഡ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ അതിനില്ല ഒറ്റം വരെ കൊല്ല. റാംബോ എന്ന് പറഞ്ഞ ഒരുത്ത ഇന്നലെ എന്നെ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ വന്നാ ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കാന് ആണായി പറഞ്ഞ ഷാജാൻ തന്നെയാണ് തൊപ്പിന്റെ വീടിന്റെ മുന്നിൽ. 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ അങ്ങ് തുറന്നു കഴിഞ്ഞാൽ ഒരു യുദ്ധത്തിന്റെ പ്രതീതി ആകെ ഒരു ഭീകര അന്തരീക്ഷം. സോഷ്യൽ മീഡിയയിൽ ആ ഒരു ഇതുവരെ ഉണ്ടായിരുന്ന തമാശയും കളികളൊക്കെ പോയി. ആകെ ഒരു ഭീകര അന്തരീക്ഷം, ഒരു യുദ്ധത്തിന്റെ പുറപ്പാടിൽ ഇങ്ങനെ നിൽക്കുന്ന പോലെ തോന്നും നമുക്കൊക്കെ. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഷാജഹാൻ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി ഈ തൊപ്പി അവനെ എന്താ കുളിച്ചു എന്ന് പറഞ്ഞാല് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നടക്കുന്നത് പറഞ്ഞല്ലേ. ഈ വിഷയത്തിൽ ഇടപെട്ടുകാണ്ട് സംസാരിക്കുന്ന ആൾക്കൂടാണ് എനിക്ക് പ്രത്യേകം പറയല്ലേ. എന്തൊക്കെ ചെറിയൊരു തീപ്പൊരി മതി ആകെ കത്തിച്ചാമ്പലാകാനും, ആകെ നശിച്ചു പോകും. അത് ആ ഒരു പ്രഷറിൽ നിൽക്കാൻ അവരെന്നൊക്കെ പറഞ്ഞാല്. ഈ ഒരു വിഷയത്തിൽ എന്ന് പറഞ്ഞാല് ഞാൻ ഇവരെ സമ്മതിക്കുന്നു കേട്ടോ. കാരണം ഈ കുഞ്ഞാനും ഷാജഹാനും എന്ന് പറയുന്ന ആൾ അവരുടെ ധൈര്യത്തെ ഞാൻ സമ്മതിക്കുന്നു. ആ വെല്ലുവിളി ഏറ്റെടുത്ത് അവരുടെ വീടിന്റെ മുമ്പിൽ ചെന്നു എന്നാണ് പറയുന്നത്. അവർ ചില്ലറ ധൈര്യക്കാരല്ല അവര്. ഈ ഷാജഹാന്റെ ധൈര്യം എന്ന് പറയുന്നത് പാണ്ടിക്കാട് കുഞ്ഞാൻ കൂടണ്ട് എന്നില്ല തന്നെയായിരിക്കും. എനിക്ക് ബലമായ സംശയം തന്നെയാണ് അവന്റെ ധൈര്യം. അല്ലാതെ അവന്റെ ഇത്ര ധൈര്യം കിട്ടാൻ സാധ്യമല്ല. പാണ്ടിക്കാട് കുഞ്ഞാന്റെ ധൈര്യത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എല്ലാവരും നമ്മൾ കാര്യമാണ്. അവനെന്ന് പറഞ്ഞാല് മുന്നും പിന്നും നോട്ടില്ല. ഇങ്ങനെ വല്ല വിഷയത്തിലും ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അവൻ അതിന്റെ അവസാനം കണ്ടിട്ട് അവൻ അടങ്ങുള്ളൂ. അവന് പറഞ്ഞാല് ഇപ്പൊ ഈ വിഷയം വന്ന ഈ വിഷയം ഉണ്ടായ അവിടുന്ന് ഇങ്ങോട്ട് മറ്റേ അവരെ വീട്ടിലേക്ക് വിളിക്കുന്നു, വെല്ലുവിളിക്കുന്നു. ഇവര് പോകുന്നു. മറ്റേ കുഞ്ഞാനും പടയാളികളും അവരുടെ ആയുധങ്ങളും എന്താ കത്തിയും കൊടുവാളൊക്കെ എടുത്ത് കൊച്ചിക്ക് പുറപ്പെടുന്നവര്. റായ്ക്ക് രാമാനം പുറപ്പെടുന്നു അവരെ നേരിടാനായിട്ട്, കുഞ്ഞാനും പടയാളികളും. പിന്നെ അവിടെ എന്താ സംഭവിക്കാന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമല്ല. അതിൽ ബുദ്ധിപരമായിട്ടില്ല തൊപ്പിയുടെയും പറ്റിയുടെയും നീക്കാണ് നമുക്ക് അതിൽ ഇഷ്ടപ്പെട്ടത്. കാരണം അവർ പുറത്തിറങ്ങിയാൽ കഴിഞ്ഞു എന്ന് പറഞ്ഞാല് പിന്നെ തൊപ്പി ചരിത്രത്തിന്റെ രേഖ ഇതായിട്ട് മാറും. തൊപ്പി എന്ന് പറഞ്ഞാല് പിന്നെ നമുക്ക് ചരിത്രത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്താം. ആ ഒരു നിലയ്ക്ക് കുഞ്ഞാൻ അവനെ എത്തിക്കുന്നുള്ളത് ഉറപ്പാണ്. കാരണം നമുക്ക് കുഞ്ഞാനെ കുറിച്ച് അറിയുന്നതാണ് പറയുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് ഈ ഒരു വിഷയം അവസാനിപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മൾ ആ സോഷ്യൽ മീഡിയയുടെ തമാശയും കാര്യങ്ങളും ഇതിക്കൊക്കെ നമുക്ക് എത്തുക എന്നുള്ളത് നിർബന്ധമായിട്ടുണ്ട്. ഇതൊരു ആരൊക്കെ ഇടപെട്ട് കണ്ടതിന്റെ അതിന്റെ രമ്യതയിൽ എത്തേണ്ടത് നിർബന്ധമാണ്. ഈ ഷാജാനെ കുറിച്ച് എനിക്കറിയില്ല, പക്ഷെ കുഞ്ഞാനെ കുറിച്ച് അറിയാന്ന് പറഞ്ഞാൽ അത് മാരക ഇതില്ല ആളാണ്, പകല്ല ആളാണ്. അവന് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യും. അതിന്റെ ഒരു അവസാനം കണ്ടിട്ടേ പിന്നെ ഒരു വിഷയത്തിന് അവനെ അടങ്ങുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ ഒരു കുഞ്ഞാന്റെ ഒരു ഇത് കണ്ടിട്ട് തന്നെ, പ്രസൻസ് കണ്ടിട്ട് തന്നെയാണ് അവൻ ഇത്ര ഇറങ്ങി തിരിച്ചിട്ടുള്ളത് എനിക്കറിയാം. മറ്റല്ലെങ്കിൽ അവന്റെ അത്ര ധൈര്യം തരില്ല. കൊച്ചിയിലൊക്കെ എന്റെ വീട്ടിൽ ചെന്നാണ്ട് വെല്ലുവിളിക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ ധൈര്യമൊന്നും പോരാ. അവരുടെ ധൈര്യത്തിൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ആളുകൾക്ക് ഇത് കാണുന്ന ആളുകൾക്കൊക്കെ ഒരു വലിയ ഹരമായിട്ട് തോന്നുന്നുണ്ട്. ചില ആളുകൾക്ക് ഇത് കോമഡി ആയിട്ടും തോന്നുന്നുണ്ട്. അതുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു തീപ്പൊരി മതി കത്തിപ്പടരാന്. ആളുകൾ ശ്രദ്ധിക്കുക. അതിനെക്കുറിച്ച് ഇത് കത്തിക്കാതിരിക്കുക. എനിക്കതേ പറയാനുള്ളൂ.